ഹായ് ഹലോ. കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിലൊരു വീഡിയോ ആണ് കേട്ടോ ഇതൊരു 2 ടയർ കേക്കായിരുന്നു. കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 1.5 kg എത്രയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് 1.5 kgയിൽ ചെയ്യാം എന്നാണ്. 1.5 kgയിൽ ചെയ്യുമ്പോൾ അവരെന്നോട് പറഞ്ഞു വീതി വേണ്ട, മാക്സിമം ഹൈറ്റിലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു ഇത്. കാരണം എന്താ വെച്ചാൽ താഴെ 6 ഇഞ്ചിലും മുകളിൽ 4 ഇഞ്ചിലുമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1.5 kgയിലൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കേക്ക് ലെയേഴ്സ് കൂടിയിട്ട് ഹൈറ്റ് കൂടി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നിയിട്ടോ. അത് സ്റ്റേബിളായിട്ട് നമ്മൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സ്റ്റേബിൾ അല്ലാത്തതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവസാനം ഞാനിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടൊരു ഷേക്കിംഗ് ഒക്കെ തോന്നി പേടിച്ചിട്ട് ഞാനൊരു സ്റ്റിക്കൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ ഞാനിത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ മാക്സിമം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ 2 kg ഒക്കെ ഒരു 2 ടയർ കേക്കിൽ ചെയ്യുമ്പോൾ നമുക്കത് നല്ല പെർഫെക്റ്റായിട്ട് ഹൈറ്റിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം 1.5 kgയിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഹൈറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫൈനലാക്കാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കേക്കിന് നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഹോട്ടലിലെ ഹോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അവർ ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല റിച്ചായിട്ട് തന്നെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിലത്തെ ടയറാണെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ വീതി കുറഞ്ഞതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് വീണു പോവോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാക്ക് ചെയ്യുമ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിറ്റത്തെ ദിവസം അതവിടെ എത്തുന്നത് വരെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം അത് എത്തിക്കണമല്ലോ, കാരണം ബൈക്കിലാണ് കൊണ്ടുപോയത്, നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഹെവി ടാസ്ക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇതവിടെ ഡെലിവറി ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടി തീരുമാനമായേനേന്ന്. എനിക്ക് ഫൈനൽ ലുക്ക് അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്ന കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.